തിരുവനന്തപുരത്ത് കൈ പുറത്തേക്കിട്ട് യാത്ര ചെയ്ത ബസ് യാത്രികന് ദാരുണാന്ത്യം. പുളിങ്കുടി സ്വദേശി ബെഞ്ചിലാസ് ആണ് മരിച്ചത്. കൈ പൂർണ്ണമായി അറ്റുപോയതിനെ തുടർന്നുണ്ടായ രക്തസ്രാവമാണ് മരണകാരണം. തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, നമ്മൾ പലപ്പോഴും ബസ്സിലെല്ലാം കാണുന്നതാണ് കൈയും തലയും പുറത്തിട്ട് യാത്ര ചെയ്യരുത് എന്നുള്ളത്. അതിലിപ്പോൾ ഒരു വലിയ അപകടം സംഭവിച്ചിരിക്കുകയാണ്. ആ വിവരം നൽകുക. തീർച്ചയായും സ്വാതി, ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് വലിയൊരു ദാരുണമായ അന്ത്യം തന്നെയാണ് ഈ യാത്രികന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് പുളിങ്കുടി സ്വദേശിയായ ബെഞ്ചിലോസ് ആണ്. ഇന്ന് വൈകിട്ട് 4:30 ഈ അപകടം പുളിങ്കുടി ജംഗ്ഷന് സമീപം വെച്ചുണ്ടാകുന്നത്. ഈ KSRTCയുടെ ഒരു ലോ ഫ്ലോർ ബസ്സിലായിരുന്നു ഈ ബെഞ്ചിലോസ് അടക്കമുള്ള യാത്രികർ സഞ്ചരിച്ചിരുന്നത്. ഈ ബസ് പുളിങ്കുടി ജംഗ്ഷൻ എത്തുന്നതിന് മുന്നോടിയായി ഒരു വളവിൽ വെച്ച് വളക്കുകയും ഇതിനോടൊപ്പം ഉറക്കത്തിനിടയിലായിരുന്ന ബെഞ്ചിലോസിൻ്റെ കൈയും തലയും പുറത്തായിരുന്നു. ഇതിൽ ഈ വളയ്ക്കുന്നതിനിടയിൽ ഈ ബസ് മറ്റൊരു വൈദ്യുതി പോസ്റ്റിലിടിക്കുകയും അതിനോടൊപ്പം തന്നെ ബെഞ്ചിലോസിൻ്റെ കരങ്ങൾ ഈ വൈദ്യുതി പോസ്റ്റിലിടിക്കുകയുമാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് കൈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറ്റുപോകുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുൻപേ തന്നെ ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു. മരണകാരണമായി പ്രധാനമായും ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് രക്തം വാർന്ന, അല്ലെങ്കിൽ കരങ്ങൾ മുഴുവനായി അറ്റുപോയി രക്തം വാർന്നതിനെ തുടർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് മെഡിക്കൽ വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഇതിനോടൊപ്പം തന്നെ ഈ ബസ് പോസ്റ്റിലിടിച്ചതിനെ തുടർന്ന് മറ്റൊരു യാത്രികനും പരിക്കേറ്റിട്ടുണ്ട്. കൊല്ലങ്കോട് സ്വദേശിയായ റോബർട്ടിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇദ്ദേഹത്തെ വിഴിഞ്ഞം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഗുരുതര പരിക്കാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ബെഞ്ചിലോസിൻ്റെ മൃതശരീരം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്വാതി. ശരി ഹൻസ്.